മനസ്സിനെ കീഴടക്കാനുള്ള യാത്ര. പരമഹംസ യോഗാനന്ദജിയുടെ ധ്യാനരീതി. കണ്ണടച്ച് നിശബ്ദമായിരിക്കുമ്പോഴും മനസ്സ് നിൽക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാകാറുണ്ടോ? ധ്യാനിക്കുമ്പോൾ പോലും ചിന്തകളുടെ പ്രളയം കുറയുന്നില്ലേ? ധ്യാനിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് ഒട്ടും സഹകരിക്കാത്തതായി അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ വിവേകത്തിന്റെ ശബ്ദത്തിലുള്ള ഇന്നത്തെ ഈ യാത്ര നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയേക്കാം. ധ്യാനമെന്നത് കേവലം ഒരു മതപരമായ ചടങ്ങോ ആചാരമോ അല്ല. അത് ആത്മാവിന്റെ വിളിയാണ്. പാശ്ചാത്യ ലോകത്ത് യോഗയുടെയും ധ്യാനത്തിന്റെയും ദീപം തെളിച്ച പരമഹംസ യോഗാനന്ദജി ഒരു രഹസ്യം പങ്കുവച്ചു. ശ്വാസമാണ് ശരീരത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന പാലം. എപ്പോൾ നിങ്ങൾ ശ്വാസത്തെ നിയന്ത്രിക്കുന്നുവോ അപ്പോൾ മനസ്സ് സ്വാഭാവികമായും ശാന്തമാകും. നാം ഓരോ ദിവസവും ആയിരക്കണക്കിന് തവണ ശ്വസിക്കുന്നുണ്ട്. എന്നാൽ നാം എപ്പോഴെങ്കിലും അവയുടെ ആഴം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? ശ്വസനമെന്നത് വെറുമൊരു ശാരീരിക പ്രവർത്തനം മാത്രമല്ലെന്ന് യോഗാനന്ദജി പറഞ്ഞിട്ടുണ്ട്. അത് ആത്മാവിന്റെ ആദ്യത്തെ ഭാഷയാണ്. നിങ്ങളുടെ ശ്വാസത്തെ അനുഭവിച്ചു തുടങ്ങുന്ന ആ നിമിഷം നിങ്ങൾ പുറത്തുനിന്ന് ഉള്ളിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ധ്യാനം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് പുറത്തല്ല. അത് തുടങ്ങുന്നത് നിങ്ങളുടെ ശ്വാസത്തിലാണ്. അതിനാൽ ഇന്ന് നമ്മൾ ശ്വാസത്തിലൂടെ മാത്രം ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പരിശീലനത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഇതിന് സങ്കീർണമായ ആസനങ്ങളോ മന്ത്രങ്ങളോ ആവശ്യമില്ല. വേണ്ടത് പൂർണ്ണമായ അവബോധവും പരമമായ സമാധാനത്തിനായുള്ള ആഗ്രഹവും മാത്രം. എന്നാൽ ആദ്യം ധ്യാനം എന്തുകൊണ്ട് ഇത്ര പ്രയാസകരമായി തോന്നുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സ് ഒരു കുരങ്ങനെപ്പോലെയാണ്. നിരന്തരം ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയും ഓരോ ആശയങ്ങളിലും കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. കണ്ണടയ്ക്കുമ്പോഴാണ് മനസ്സിന്റെ ഈ ബഹളം നാം ആദ്യമായി കേൾക്കുന്നത്. അതുകൊണ്ടാണ് പലരും ധ്യാനിക്കാൻ ശ്രമിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഉപേക്ഷിക്കുന്നത്. അവർ യുദ്ധം ചെയ്യുന്നത് തെറ്റായ സ്ഥലത്താണ്. അവർ മനസ്സിനെ നിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ യോഗ പറയുന്നത് മനസ്സിനെ നിർത്തരുത് എന്നാണ്. അതിനൊരു ദിശ നൽകുക. ആ ദിശയാണ് ശ്വാസത്തിലൂടെ കണ്ടെത്തുന്നത്. ഇനി നമുക്ക് ഈ പ്രത്യേക ധ്യാനരീതി മനസ്സിലാക്കാം. നിങ്ങൾക്കിത് വീട്ടിലോ പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാന്തമായ കോണിലോ പരിശീലിക്കാം. ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ തുടങ്ങുക. എന്നാൽ നിങ്ങളുടെ പരിശീലനം ആഴത്തിലാകുമ്പോൾ ബഹളങ്ങൾക്കിടയിലും നിങ്ങൾക്ക് സമാധാനം അനുഭവപ്പെടാൻ തുടങ്ങും. ഈ ധ്യാനരീതി 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ശ്വാസത്തെക്കുറിച്ചുള്ള അവബോധം, ദീർഘശ്വാസം, ആത്മാവുമായുള്ള ബന്ധം. 1-ാം ഘട്ടം ശ്വാസത്തെക്കുറിച്ചുള്ള അവബോധം, അവയർനെസ് ഓഫ് ബ്രെത്ത്. നടുവ് നിവർത്തി സുഖമായിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അതിനെ വെറുതെ നിരീക്ഷിക്കുക. അതിനെ മാറ്റാൻ ശ്രമിക്കരുത്. വായു നിങ്ങളുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ആ സൂക്ഷ്മമായ സ്പർശം അനുഭവിക്കുക. ഇത് വളരെ ലളിതമായ ഒരു പരിശീലനമാണ്. എന്നാൽ നിങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന വാതിലാണിത്. അടുത്ത 5 മിനിറ്റ് നേരം ശ്വാസത്തെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കുക. ചിന്തകൾ വരും, എന്നാൽ അവയെ തടയാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരിക. തന്റെ യഥാർത്ഥ വീട് പുറത്തല്ല, ഉള്ളിലാണെന്ന് മനസ്സിനെ പരിശീലിപ്പിക്കാനുള്ള വഴിയാണിത്. 2-ാം ഘട്ടം ദീർഘശ്വാസം, ഡീപ് ബ്രീതിംഗ്. ഇനി ദീർഘമായി ശ്വസിക്കാൻ തുടങ്ങുക. മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ജീവന്റെ ഊർജം നിങ്ങളുടെ ശരീരത്തിലുടനീളം വ്യാപിക്കുന്നത് അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ എല്ലാ സമ്മർദ്ദങ്ങളും വേവലാതികളും ടെൻഷനും ആ നിശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നതായി സങ്കൽപ്പിക്കുക. ഇത് വെറുമൊരു ഭാവനയല്ല. നിങ്ങളുടെ മാനസികാവസ്ഥ ശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു ശാസ്ത്രീയ സത്യമാണ്. നിങ്ങൾ ആഴത്തിലും ശാന്തമായും നിയന്ത്രിതമായും ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥ, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സജീവമാവുകയും ശരീരത്തെ സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സും ശാന്തമാകും എന്ന് യോഗാനന്ദജി പറയുന്നു. 10 മുതൽ 15 മിനിറ്റ് വരെ ഈ അവസ്ഥയിൽ തുടരുക. ഓരോ ശ്വാസത്തിലും ഒരു പക്ഷി ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്നതുപോലെ നിങ്ങൾ ഉയരുന്നത് അനുഭവിക്കുക. ഇതൊരു ഉപമ മാത്രമല്ല, ഇത് ബോധത്തിന്റെ കോൺഷ്യസ്നസ് പറക്കലാണ്. 3-ാം ഘട്ടം ആത്മാവുമായുള്ള ബന്ധം, കണക്ഷൻ വിത്ത് ദ സോൾ. ഇനി ശ്വാസത്തിനും അപ്പുറത്തേക്ക് പോകാം. ക്രമേണ ശ്വാസത്തിലുള്ള നിങ്ങളുടെ PT അയച്ചുവിടുക. ഇപ്പോൾ ഒരു പ്രയത്നവുമില്ല, നിശബ്ദമായ അവബോധം മാത്രം. ശ്വാസം വളരെ സാവധാനത്തിലായിരിക്കുന്നത് അനുഭവിക്കുക. ശരീരം പൂർണ്ണമായും നിശ്ചലമാണ്. മനസ്സ് ഭാരമില്ലാത്തതാണ്. നിങ്ങളുടെ സാന്നിധ്യം കേവലം ഉണ്ടായിരിക്കുക എന്ന അവസ്ഥയിൽ ലയിച്ചിരിക്കുന്നു. ഈ നിമിഷത്തിൽ നിങ്ങളെ ഒരു ശരീരമായോ പേരായോ അല്ല, മറിച്ച് ബോധം, കോൺഷ്യസ്നസ് മാത്രമായി അനുഭവിക്കുക. ഇതാണ് യഥാർത്ഥ ധ്യാനാവസ്ഥ. നിങ്ങൾ ഊർജ്ജമാണെന്നും പ്രകാശമാണെന്നും സ്വതന്ത്രവും അതിരുകളില്ലാത്തതുമാണെന്നും നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. പരമഹംസ യോഗാനന്ദജി പറയുന്നത് ദൈവത്തെ അനുഭവിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം അവന്റെ നിശബ്ദ സാന്നിധ്യത്തിനു മുന്നിൽ കീഴടങ്ങുക എന്നതാണ്. ഈ നിശബ്ദതയ്ക്കുള്ളിലാണ് നിങ്ങളുടെ അസ്തിത്വത്തിലുടനീളം ദൈവിക സ്പന്ദനം അനുഭവിക്കാൻ കഴിയുന്നത്.
മനസ്സും ശ്വാസവും ശരീരവും എല്ലാം ഒരേ താളത്തിൽ വരുമ്പോൾ ഇത് സാധ്യമാകുന്നു. ധ്യാനം ഒരു പ്രയത്നമല്ല, അതൊരു സമർപ്പണമാണ്. ഇനി സാവധാനം നിങ്ങളുടെ ബോധത്തെ ഈ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. വിരലുകൾ മെല്ലെ അനക്കുക. എല്ലാം പഴയതുപോലെ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നും, എങ്കിലും എന്തോ ഒന്ന് മാറിയതായി അനുഭവപ്പെടും. നിങ്ങളുടെ ഉള്ളിലെന്തോ ഒന്ന് ശാന്തവും അഗാധമായ നിശ്ചലാവസ്ഥയിലുമാണ്. ഇതാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന നിശബ്ദത. ശ്വാസം നിങ്ങളെ അനുഗമിക്കുമ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ ഇത് സാധ്യമാണ്. ഇന്ന് നിങ്ങൾ പഠിച്ചത് വെറുമൊരു വിദ്യയല്ല, ഇതൊരു ജീവിതപാതയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഈ പ്രക്രിയ ആവർത്തിക്കാം. ക്രമേണ ഇത് നിങ്ങളുടെ സ്വഭാവമായി മാറും. സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് സമാധാനം അനുഭവപ്പെടും, നടക്കുമ്പോഴും നിങ്ങൾ ധ്യാനത്തിലായിരിക്കും. ഇതാണ് യോഗാനന്ദജിയുടെ പാരമ്പര്യം. സജീവമായ ധ്യാനം, ആക്റ്റീവ് മെഡിറ്റേഷൻ. സുഹൃത്തുക്കളെ, ധ്യാനം ഒരു ലക്ഷ്യമല്ല, അതൊരു യാത്രയാണ്. ഓരോ ദിവസവും ഓരോ ശ്വാസവും ഈ യാത്രയുടെ ഭാഗമാണ്. ഇന്ന് ആദ്യമായിട്ടാണെങ്കിൽ കൂടി നിങ്ങൾ ധ്യാനത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം കേട്ടു എന്നറിയുക. ആദ്യ ശ്രമത്തിൽ തന്നെ ധ്യാനിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ധ്യാനരീതിയാണിത്. ഒരിക്കൽ മാത്രമല്ല, പലതവണ ഇത് പരിശീലിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഓരോ തവണയും നിങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവമുണ്ടായെങ്കിൽ, എന്തെങ്കിലും തോന്നിയെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കിടുക. ഇത് വെറുമൊരു വീഡിയോ അല്ല, നമുക്ക് ഒരുമിച്ച് പ്രചരിപ്പിക്കേണ്ട ഒരു സ്പന്ദനമാണ്, വൈബ്രേഷൻ. ധ്യാനം നിങ്ങളുടെ ശീലത്തിന്റെ ഭാഗമാകുമ്പോൾ സാധകൻ സമാധാനം മാത്രമല്ല, ആ സമാധാനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ബോധത്തിന്റെ സമുദ്രത്തെ കൂടി അനുഭവിക്കുന്ന ഒരു സമയം വരുന്നു. ഈ അവസ്ഥയെയാണ് യോഗാനന്ദജി അതിബോധാവസ്ഥ, സൂപ്പർ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അൾട്രാ കോൺഷ്യസ്നസ് എന്ന് വിളിച്ചത്. ഇതൊരു ഭാവനയല്ല, മറിച്ച് ധ്യാനത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. അവിടെ നിങ്ങൾ നിശബ്ദത കേൾക്കുക മാത്രമല്ല, ആ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക സ്പന്ദനം അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ഭാഗത്ത് നമ്മൾ ആ ആഴങ്ങളിലേക്ക് മുങ്ങാം. നിങ്ങൾ ശ്വസനക്രിയ ശരിയായി പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തകൾ സ്പർശിക്കാത്ത നിശബ്ദതയുടെ കേന്ദ്രത്തിലെത്താൻ നിങ്ങൾ ഇപ്പോൾ തയ്യാറാണ്. എന്നാൽ ഇതിനായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ധ്യാനം ഇനി പ്രയത്നത്തിന്റെ ഫലമായിരിക്കില്ല, മറിച്ച് സമർപ്പണത്തിന്റെ ഫലമായിരിക്കും. ഈ ഘട്ടത്തിൽ ശരീരം പൂർണ്ണമായും നിശ്ചലമാണ്. അത് വെറുമൊരു മാധ്യമം മാത്രമാണെന്നതുപോലെ ബോധം ശരീരത്തിന് മുകളിലേക്ക് ഉയരുന്നതായി തോന്നിത്തുടങ്ങുന്നു. നിങ്ങൾ ഇപ്പോൾ ശ്വാസത്തെ നിയന്ത്രിക്കുന്നില്ല, ശ്വാസം തനിയെ നീങ്ങുന്നു. നിങ്ങളെല്ലാം ഒരു സാക്ഷിയെപ്പോലെ വീക്ഷിക്കുന്നു. ഇതിനെയാണ് യോഗാനന്ദജി സാക്ഷിബോധം, വിറ്റ്നസ് കോൺഷ്യസ്നസ് എന്ന് വിളിച്ചത്. ഇനി നമുക്ക് അടുത്ത പരിശീലനത്തിലേക്ക് കടക്കാം. ഇത് സൂക്ഷ്മമായ ഒരു പരിശീലനമാണ്. യോഗാനന്ദജിയുടെ ക്രിയായോഗ ധ്യാനത്തിന്റെ തുടക്കഭാഗമായ ഹോം സോ ഹോങ് സൗ ടെക്നിക്. ഈ വിദ്യ വളരെ ലളിതവും എന്നാൽ വളരെ ഫലപ്രദവുമാണ്. നിങ്ങൾ ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ മനസ്സിൽ ഹോം ഹോങ് എന്ന ശബ്ദം അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മനസ്സിൽ സോ സൗ എന്ന് അനുഭവിക്കുക. ഈ മന്ത്രം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ്, ഇതിനകം തന്നെയുണ്ട്. ഇത് ആത്മാവിന്റെ നിശബ്ദമായ ജപമാണ്. ഇതിന് ഉറക്കെ ഉച്ചാരണമില്ല, മനസ്സിൽ കേൾക്കുക മാത്രം മതി. ഓരോ ശ്വാസത്തിലും ഹോം സോ ക്രമേണ നിങ്ങളുടെ ചിന്തകളെ മുറിച്ചു മാറ്റുകയും നിങ്ങളെ ഈ നിമിഷത്തിൽ പിടിച്ചു നിർത്തുകയും ചെയ്യും. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മന്ത്രം സ്വയമേവ ആവർത്തിക്കാൻ തുടങ്ങുന്നതായും നിങ്ങളുടെ മനസ്സ് അതിൽ ലയിക്കാൻ തുടങ്ങുന്നതായും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഓർക്കുക, ഈ മന്ത്രം ഒരു മതപരമായ വാക്കല്ല, ഇത് നിങ്ങളുടെ ശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദമാണ്. ഈ പരിശീലനം ആഴത്തിലാകുമ്പോൾ സാധകന്റെ ബോധം തലയുടെ മധ്യഭാഗത്തേക്ക്, അതായത് ആജ്ഞാചക്രത്തിലേക്ക് ഉയരാൻ തുടങ്ങുന്നു. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷ്മമായ ഒരു പ്രകാശമോ സ്പന്ദനമോ അല്ലെങ്കിൽ ഒരു ശൂന്യതയോ അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ ബോധം ഭൗതിക ശരീരത്തിന്റെ പരിധികളെ വിട്ടുപോകുന്നതായി നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ യഥാർത്ഥ സത്ത പുറത്തുവരികയാണ്. ഈ ഘട്ടത്തിൽ നമ്മളിനി ആത്മാവിന്റെ ദർശനം പരിശീലിക്കും. ഭാവനയുടെ ആവശ്യമില്ല, അനുഭവം മാത്രം മതി. ശാന്തമായ അവസ്ഥയിലിരിക്കുക. ഹോംസോ വഴി മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ പുരികങ്ങൾക്കിടയിലുള്ള ആജ്ഞാചക്രത്തിൽ പതുക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ നിങ്ങൾക്കൊരു നേരിയ സ്പന്ദനമോ ഗാഢമായ നിശബ്ദതയോ അനുഭവപ്പെട്ടേക്കാം. ഒന്നും പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിൽ കൂടി വെറുതെ അതിനൊപ്പമിരിക്കുക. ക്രമേണ ഈ കേന്ദ്രം നിങ്ങളുടെ ബോധത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. നിങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണിത്. ഇപ്പോൾ പതുക്കെ മന്ത്രം പശ്ചാത്തലത്തിലേക്ക് മായാൻ അനുവദിക്കുക. ശുദ്ധമായ ബോധത്തിൽ പ്യുവർ കോൺഷ്യസ്നസ് നിലകൊള്ളുക. ശ്വാസം വളരെ സാവധാനത്തിലായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു ശരീരമല്ല, ചിന്തകളല്ല, കേവലം ഒരു സാന്നിധ്യം മാത്രമാണ്. ഈ അവസ്ഥയിൽ പല അനുഭവങ്ങളും ഉണ്ടായേക്കാം. സമയം നിശ്ചലമായതായി തോന്നാം. ശരീരത്തിന്റെ അവബോധം മങ്ങുകയും അഗാധമായ ആനന്ദത്തിന്റെ തിരമാലകൾ ഉയരുകയും ചെയ്യാം. ഇതാണ് യോഗ പറയുന്ന ആത്മീയ ആനന്ദം. ഇത് പുറമേയുള്ള ഒരു സംഭവത്തെയും അടിസ്ഥാനമാക്കിയുള്ളതല്ല. ഇത് ഉള്ളിൽ നിന്നാണ് ഉയരുന്നത്. മനസ്സ്, ശരീരം, ബോധം എന്നിവ നിശബ്ദതയിൽ നിശ്ചലമാകുമ്പോൾ മാത്രമേ ഇത് പ്രകടമാകൂ.
ധ്യാനത്തിന്റെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് വഴികാട്ടലുകൾ ലഭിക്കും. വാക്കുകളില്ലാതെ ഉത്തരങ്ങൾ വരും, ചോദ്യങ്ങൾ അലിഞ്ഞുപോകും. ഇതാണ് ധ്യാനത്തിന്റെ ശക്തി. ഇനി പതുക്കെ ഈ അവസ്ഥയിൽ നിന്ന് തിരികെ വരാൻ തുടങ്ങുക. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ഹോംസോ പുനരാരംഭിക്കുക. തുടർന്ന് പതുക്കെ ശരീരത്തിലേക്ക് ചലനം തിരികെ കൊണ്ടുവരിക. കൈവിരലുകൾ അനക്കുക, കണ്ണുകൾ തുറക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ബോധമുണ്ട്. ഇത് വെറുമൊരു വ്യായാമമായിട്ടല്ല, ഒരു പരിവർത്തനമായിട്ടാണ് മാറുന്നത്. ശ്വസിച്ചുകൊണ്ട്, ഹൃദയമിടിപ്പ് അറിഞ്ഞുകൊണ്ട്, മുഖത്തെ പേശികൾ അയച്ചുകൊണ്ട്, സാവധാനം കണ്ണുകൾ തുറന്ന് ഈ അവസ്ഥയിലേക്ക് മടങ്ങുമ്പോൾ ഇത് വെറുമൊരു പരിശീലനമായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊരു പുതിയ ജന്മമായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വാതിൽ പോലെ എന്തോ ഒന്ന് തുറന്നിരിക്കുന്നു. ദിവസവും നിങ്ങൾക്കായി കുറച്ചു സമയം മാറ്റിവെച്ചാൽ ഈ അവസ്ഥ നിലനിർത്താൻ പ്രയാസമില്ല. ധ്യാനമെന്നാൽ വെറുതെ ഇരിക്കലല്ല, അത് ജീവിക്കാനുള്ള കലയാണ്. യോഗാനന്ദജി പറഞ്ഞതുപോലെ സമാധാനത്തോടെ ജോലി ചെയ്യുക, ജോലിയിലൂടെ സമാധാനം വരും. ഇതാണ് ധ്യാനത്തിന്റെ ഉന്നതി. പരിശീലനം സ്ഥിരമാകുമ്പോൾ അത് ഒരു ജോലിയോ ദിനചര്യയോ എന്നതിലുപരിയായി മാറുന്നു. ഓരോ നിമിഷവും നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിന്റെ സത്തയായി അത് മാറുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ധ്യാനത്തിന്റെ ഈ വിവിധ രൂപങ്ങളെ, ശ്വാസ അവബോധം, മന്ത്രങ്ങൾ, ഉള്ളിലെ ശബ്ദം, അനുകമ്പ മൈനസ് എന്നിവയെ ഒരൊറ്റ നൂലിൽ കോർക്കാം. ഇവയെല്ലാം ഒരേ സ്രോതസ്സിൽ നിന്നുള്ള വ്യത്യസ്ത ആവിഷ്കാരങ്ങളാണ്. നിങ്ങളുടെ പരിശീലനം ആഴത്തിലാകുമ്പോൾ അവ ഒന്നായി ലയിക്കുകയും നിങ്ങൾ തുടർച്ചയായി ധ്യാനാവസ്ഥയിലാവുകയും ചെയ്യും. ഓരോ നിമിഷവും ഇപ്പോൾ ആ പവിത്രമായ നിശ്ചല അവബോധം പേറുന്നതായി നിങ്ങൾക്കനുഭവിക്കാൻ കഴിയും. വർത്തമാനകാലവുമായി നിങ്ങൾ കൂടുതൽ ഇണങ്ങിച്ചേരുന്നു, നിങ്ങളുമായും പ്രപഞ്ചവുമായും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മുന്നോട്ടു പോകുമ്പോൾ ഇത് മനസ്സിന്റെ ഒരു അവസ്ഥ കൈവരിക്കുക മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഓരോ പ്രവൃത്തിയിലും ആ ആന്തരിക സമാധാനത്തിന്റെയും നിശ്ചലതയുടെയും അവസ്ഥയിൽ നിന്ന് ജീവിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഓർക്കുക, ഈ അവസ്ഥ മനസ്സിന്റേതല്ല, അത് സ്ഥലകാലങ്ങളുമായി ബന്ധപ്പെട്ടതുമല്ല. ഭൗതിക ലോകത്തിന് അതീതമായ ഒരു അനുഭവമാണിത്. ധ്യാനത്തിലുള്ള നിങ്ങളുടെ യാത്ര കേവലം ഒരു പരിശീലന പാതയല്ല, മറിച്ച് ജീവിക്കുന്ന ഒരു അനുഭവമാണ്, ബോധത്തിന്റെ ഒരു നൃത്തമാണ്. നിശ്ചലതയുടെ ഈ ഇടത്തിൽ നിന്ന് ഓരോ നിമിഷവും ജീവിക്കാൻ നിങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തിലും നിങ്ങൾ ദൈവീകതയെ തുറക്കുന്നു. നിങ്ങൾ പരിശീലനം തുടരുമ്പോൾ സമാധാനം, പ്രകാശം, ബന്ധം എന്നിവയുടെ ഈ അനുഭവങ്ങൾ കൂടുതൽ ശക്തമാകും. ധ്യാനം വെറുമൊരു പ്രവൃത്തിയല്ല, അത് ജീവിതരീതി തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് സാവധാനം മടങ്ങിവരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും തിരികെ കൊണ്ടുവരിക. ദീർഘമായി ശ്വസിക്കുക. ആ ശാന്തമായ ഊർജം നിങ്ങളുടെ ഉള്ളിൽ നിറയാൻ അനുവദിക്കുക. നിങ്ങളുടെ ദിവസം തുടരുമ്പോൾ ഈ സമാധാനം കൂടെ കൊണ്ടുപോകുക. ഇതാണ് ധ്യാനത്തിലൂടെയുള്ള പരിവർത്തനത്തിന്റെ പാത, നിങ്ങളുടെ യഥാർത്ഥ സത്തയിലേക്ക് മടങ്ങുന്ന യാത്ര. ധ്യാനം എന്നത് ഇപ്പോൾ വെറുമൊരു പ്രക്രിയ മാത്രമല്ല, അത് ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറുന്നു. നടക്കുമ്പോൾ നിങ്ങൾ ധ്യാനത്തിലാണ്, സംസാരിക്കുമ്പോൾ നിങ്ങൾ ധ്യാനത്തിലാണ്. ഈ അവസ്ഥയെയാണ് യോഗാനന്ദജി ദൈവിക ബോധത്തിന്റെ സാന്നിധ്യം എന്ന് വിളിച്ചത്. ധ്യാനം എന്നത് സമയബന്ധിതമായ ഒരു പരിശീലനമല്ല, ഓരോ നിമിഷത്തിലും അത് നിരന്തരമായ ഒരു അവബോധമായി മാറുന്നു. ഇതാണ് ധ്യാനത്തിന്റെ നാലാമത്തെയും അവസാനത്തെയും ഘട്ടം, സ്ഥിരമായ അവബോധത്തിൽ ജീവിക്കുക. ഈ അവസ്ഥയിൽ സാധകൻ നിശബ്ദതയോ പ്രകാശമോ മാത്രമല്ല അനുഭവിക്കുന്നത്, ഉള്ളിലും ചുറ്റുമുള്ള എല്ലാത്തിലും അവർ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. ഭക്തി, ജ്ഞാനം, കർമ്മം എന്നിവയുടെ സന്തുലിതാവസ്ഥയാണിത്. യോഗാനന്ദജി പറഞ്ഞു, ഓരോ നിമിഷവും ആന്തരിക കൂട്ടായ്മയുടെ ഇന്നർ കമ്മ്യൂണിയൻ സന്തോഷത്തിൽ ജീവിക്കുക. ഇതാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഇനി യോഗാനന്ദജി പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തുടരുക എന്ന കാര്യം നമുക്ക് പരിശീലിക്കാം. ഇതൊരു പ്രത്യേക ആസനമല്ല, ഇതൊരു തുടർച്ചയായ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ നിങ്ങളുടെ ദിനചര്യകളിലൂടെ കടന്നുപോകുമ്പോൾ ഈ ചിന്ത കൂടെ കൊണ്ടുപോകുക, ദൈവം എന്റെ കൂടെയുണ്ട്, ഞാൻ ചെയ്യുന്നതെല്ലാം അവനുവേണ്ടിയാണ്. ഈ തോന്നൽ ക്രമേണ ഓരോ ചിന്തയിലും വികാരത്തിലും പ്രവൃത്തിയിലും ദൈവീകത നിറയ്ക്കുന്നു. ഈ പരിശീലനം സാധകനെ മാത്രമല്ല മാറ്റുന്നത്, അവർക്ക് ചുറ്റുമുള്ള ലോകത്തെയും സ്പർശിക്കുന്നു. ധ്യാനത്തിന്റെ ഊർജം ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് ബന്ധങ്ങളിലും പ്രവൃത്തികളിലും സാധാരണ സംഭാഷണങ്ങളിൽ പോലും പ്രകടമാകുന്നു. നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ആളുകൾക്ക് സമാധാനം അനുഭവപ്പെടും, കാരണം നിങ്ങൾ തന്നെ സമാധാനമായി മാറിയിരിക്കുന്നു. ഇതാണ് ധ്യാനത്തിന്റെ പക്വത. സാധകൻ വെറുമൊരു സാധകൻ മാത്രമല്ല, മറ്റുള്ളവർക്കൊരു വെളിച്ചമായി മാറുമ്പോൾ. യോഗാനന്ദജി അത്തരം സാധകരെ ഒരു വാക്കുപോലും മിണ്ടാതെ ഇരുട്ടിനെ പ്രകാശിപ്പിക്കുന്ന നിശബ്ദമായ വിളക്കുമാടങ്ങൾ എന്നാണ് വിളിച്ചത്. നിങ്ങൾക്ക് ഈ തലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പതിവായ പരിശീലനം, നിസ്വാർത്ഥ സേവനം, നിശബ്ദതയിൽ വിശ്രമിക്കൽ എന്നിവ ഒരു ശീലമാക്കുക. ശ്വാസത്തിലേക്ക് മടങ്ങിവരാൻ ദിവസം മുഴുവൻ സമയം കണ്ടെത്തുക. ഹോംസോ പരിശീലിക്കുക. ഓം എന്ന ശബ്ദത്തിൽ നിലകൊള്ളുക.
എന്നാൽ ഏറ്റവും പ്രധാനമായി എല്ലാ വികാരങ്ങളിലേക്കും ദൈവത്തെ ക്ഷണിക്കുക. ഈ പരിശീലനം ഈ പരമ്പരയുടെ അവസാന ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു, എന്നാൽ ഇത് നിങ്ങളുടെ യാത്രയുടെ തുടക്കം മാത്രമാണ്. ഈ 4 ഭാഗങ്ങൾ കേവലം സൂചകങ്ങൾ മാത്രമായിരുന്നു, വഴി കാണിക്കാനുള്ള ഒരു വഴികാട്ടി. നിങ്ങൾ ആ ആദ്യ ചുവടുകൾ വയ്ക്കുമ്പോഴാണ് യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. ഓർക്കുക, ഒരു പരിശീലനവും ചെറുതല്ല. ഒരു നിമിഷത്തെ സത്യസന്ധമായ നിശബ്ദത, ഒരു ദീർഘശ്വാസം, ഒരു ഓർമ്മപ്പെടുത്തൽ എന്നിവയ്ക്കും ദൈവത്തിലെത്താൻ കഴിയും. ഈ പാതയിൽ ക്ഷമയോടെയിരിക്കുക, സ്നേഹമുണ്ടായിരിക്കുക, എല്ലാത്തിലുമുപരി നിങ്ങളെത്തന്നെ വിശ്വസിക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിലെ ബോധം പ്രപഞ്ചത്തിന്റെ ബോധം തന്നെയാണ്. ഈ അവസാന പരിശീലനത്തിനു ശേഷം കുറച്ച് നിമിഷങ്ങൾ നിശബ്ദമായി ഇരിക്കുക. സ്വയം ചോദിക്കുക, ഞാൻ എന്റെ യഥാർത്ഥ സത്തയോട് കൂടുതൽ അടുത്തോ? ഉത്തരം വാക്കുകളിൽ വരില്ല. അതൊരു സ്പന്ദനമായി, നിശബ്ദമായ ഒരു ഉറപ്പായി, ഉള്ളിലൊരു പുഞ്ചിരിയായി വരും. കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങൾ മുമ്പുണ്ടായിരുന്ന അതേ വ്യക്തിയല്ല എന്നറിയുക. എന്തോ ഒന്ന് മാറിയിരിക്കുന്നു, സമാധാനപരവും സുസ്ഥിരവും അവബോധമുള്ളതുമായ എന്തോ ഒന്ന്. ഇതാണ് ധ്യാനത്തിന്റെ ശക്തി. ഇത് ധ്യാനയാത്രയുടെ അവസാന ഭാഗമാണ്, എന്നാൽ പരിശീലനം ഒരിക്കലും അവസാനിക്കുന്നില്ല. അടുത്ത തവണ നിങ്ങൾ ശ്വസിക്കുമ്പോൾ ആ ശ്വാസത്തിൽ ദൈവത്തെ അനുഭവിക്കുക. അടുത്ത തവണ നിങ്ങൾ ആരെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ അവരിലെ ആത്മാവിനെ തിരിച്ചറിയുക. അടുത്ത തവണ നിങ്ങൾ നിശബ്ദനാകുമ്പോൾ നിങ്ങളെത്തന്നെ അറിയുക. ഈ ദിവ്യമായ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. അനന്തമായ സമാധാനം എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.